എല്ലാ പെൺമക്കളും ഉപ്പമാരുടെ രാജകുമാരി ആയിരിക്കും അല്ലെ. എന്നാ നമുക്കിവിടെ ഒരു രാജകുമാരി ഉണ്ട്. ഉപ്പാന്റെ ആഗ്രഹമായിരുന്നു മകള് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാവണം എന്നുള്ളത്. അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് നമ്മുടെ എയ്സിലൂടെയാണ്. എന്തായാലും നമുക്ക് ആളിന്ന് പരിചയപ്പെടാം. ഇതിന്റെ പേരെന്താ? ഐഷാബി. ഇത്ത എയ്സിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? എനിക്കൊരു ഗവൺമെന്റ് ജോലി എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് എൻ്റെ മാത്രല്ല, എൻ്റെ ഫാദറിന്റെ കൂടെ ഒരു സ്വപ്നമായിരുന്നു. ആളൊന്നും ജീവിച്ചിരിപ്പില്ല. അപ്പോ ഉപ്പാടെ ആഗ്രഹം നിറവേറ്റണം, എന്റെ സ്വപ്നം പണിയണം. എന്തായാലും കാണുന്നുണ്ടാവും മകൾ ഇവിടെ ടോപ്പേഴ്സ് മീറ്റില്, എയ്സിലെ ടോപ്പേഴ്സ് മീറ്റിൽ ഇവിടെ ടോപ്പറായിട്ട് വന്നിരിക്കുന്ന ഉപ്പ അവിടെ കാണുന്നു. ഉപ്പയുടെ എല്ലാ അനുഗ്രഹവും ഇവിടെ ഉണ്ടാവും. എന്തായാലും എയ്സിനോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എയ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതെ, അതൊരു എന്താ പറയാ, അടിവരിട്ട് പറയണം. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എയ്സ് നിങ്ങളുടെ ഒപ്പം തന്നെയാണെന്നാണ് ഇത്ത പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്ത വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു. അതായിരുന്നു ഇത്തയുടെ വിജയത്തിന്റെ രഹസ്യം. എങ്ങനെയായിരുന്നു എയ്സിന്റെ ഒരു പഠനമൊക്കെ? ആ പഠന രീതികള് സ്വന്തമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സമയം അങ്ങനെയായിരുന്നു, അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരുന്നു പഠനം പോകുന്നുണ്ടായിരുന്നു? ഞാൻ ഒരു ജനുവരിയിലാണ് ചേർന്നത്. എയ്സിലെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലായിരുന്നു. ജനുവരി ഫെബ്രുവരി ക്ലാസ് കിട്ടി. പിന്നെയൊക്കെ ആ ട്രാക്കിലേക്ക് എന്നെ എയ്സ് എത്തിച്ചു എന്നുള്ളതാണ്. PSCയുടെ ട്രാക്കിലേക്ക് എത്തിച്ചു. പിന്നെ ബാക്കിയൊക്കെ എൻ്റെ അവരുടെ കോച്ചിങ്ങും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ കേട്ട് അങ്ങനെ. ഗ്രൂപ്പ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, സ്വന്തമായിട്ട്. ഇനിയും ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എയ്സിലേക്ക് വന്നോളൂ, നിങ്ങളുടെ കൂടെ അവരുണ്ടാവും. നിങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് തിരിച്ചു പോവുള്ളൂ അല്ലെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.